വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതി കുൻതും തൂഅദൂൻ. സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക്, അമല സ്വാലിഹാത്തുകൾ ചെയ്തവർക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള സ്വർഗമില്ലേ, അതാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത കിട്ടും. സലാമുൻ അലൈക്കും തിബ്തുൻ, സലാമുൻ അലൈക്കും സബ്ർ. നിങ്ങൾ ക്ഷമയോടുകൂടി ജീവിച്ചതിനാൽ, നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചതിനാൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല റാഹത്തുള്ളൊരു മരണം. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ച ഉപമകൾ ധാരാളമുണ്ട്. മേഘം കറുത്തിരുണ്ട്, ആ നേരിയ തണുപ്പുള്ള കാറ്റ് കിട്ടി, മഴക്കാറിൽ നിന്ന് മഴ അരുവിയായി ഇങ്ങനെ ഒഴുകുന്നില്ലേ എന്നതുപോലെ എത്ര ആനന്ദത്തോടെ എളുപ്പത്തിലാണോ വരുന്നത്, അതുപോലെ മുഅ്മിനിന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ അല്ലാഹു ഏറ്റെടുക്കും. വെണ്ണയിൽ വീണ ഒരു നൂല് ആ നെയ്യിൽ നിന്ന്, വെണ്ണയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ എത്ര മൃദുലമാണോ, ആ രീതിയിൽ മുഅ്മിനിന്റെ ജസദിൽ നിന്ന് അല്ലാഹു റൂഹിനെ പിടിക്കും. ആ മരണത്തിന് വേദനയുണ്ട്, അട്ടഹാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും നല്ല മരണം വരിച്ചത്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിന് അട്ടഹാസമുണ്ട്, മരണത്തിന് സക്കറാത്തുണ്ട്. ഫാത്തിമ ബീവി പറഞ്ഞല്ലോ, എന്റെ ഉപ്പാക്ക് വല്ലാത്ത വേദനയാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, അപ്പാന്റെ വേദന ഇന്നത്തോടുകൂടി അവസാനിച്ചു മോളെ, ഇനി വേദനയില്ല. മരണത്തിന്റെ വേദന ഉണ്ട് എന്നത് ആയിഷ ബീവിയെ ബോധ്യപ്പെടുത്തുന്നു, ഫാത്തിമ ബീവിയെ ബോധ്യപ്പെടുത്തുന്നു, മുഅ്മിനീങ്ങൾക്ക് കൈമാറുന്നു. അപ്പൊ വേദനയുണ്ട്, പക്ഷേ അത് എളുപ്പമായിരിക്കും, സ്വർഗം കൊണ്ടുകൊണ്ടായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിലേത് മരണം വേണം? നമ്മൾ ഇവിടുന്ന് ചിന്തിക്കണം, നമ്മൾ തീരുമാനിക്കണം. ആ മരണത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സന്തോഷവാർത്ത ലഭിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള പോക്കാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും ചിരിച്ചുകൊണ്ട് റബ്ബിലേക്ക് യാത്രയാവാൻ നമുക്ക് സാധിക്കുക. അതാണ് ഏറ്റവും വലിയ തൗഫീഖ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ചിരിച്ചുകൊണ്ട് റബ്ബിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക. അല്ലാഹു മഹാഭാഗ്യം നമുക്ക് നൽകട്ടെ. എന്നാൽ അവിശ്വസികൾ, തെമ്മാടികൾ, തോന്നിവാസികൾ, അവന്റെ മരണം എങ്ങനെയാണ്? അവരുടെ മരണം എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറു അൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഓ മുഹമ്മദ് നബിയേ, സത്യത്തെ നിഷേധിച്ച മനുഷ്യന്മാരുടെ റൂഹിനെ പിടിക്കുന്ന രംഗം, അവരെ മരിപ്പിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ വല്ലാത്ത വേദനയുള്ള സംഭവമാണ്. അതൊരു വല്ലാത്ത സംഗതിയാണ്. അവരുടെ മുഖങ്ങളിൽ അടിച്ച്, പാർശ്വങ്ങളിൽ അടിച്ച് അവരെ കൊല്ലാൻ, അവർ റൂഹിനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല. റബ്ബേ ഒന്ന് മടക്കിത്തരോ, റബ്ബേ ഞാനൊന്ന് ദുനിയാവിലേക്ക് തന്നെ മടങ്ങിത്തന്നാൽ ഇതുവരെ ചെയ്തതല്ല, വേറെ നല്ലത് ചെയ്തു കൊള്ളാം, കെഞ്ചു നോക്കും. റബ്ബിർജിഊൻ ലഅല്ലി അമലു സ്വാലിഹൻ ഫീമാ തറക്തു. പിന്നീടാവാമെന്ന് വിചാരിച്ച് ഉപേക്ഷ വരുത്തിയ ഒരുപാട് അമലുകൾ, നല്ലതാന്നറിയാം, ഇപ്പൊ ചെയ്യണ മോശാന്നറിയാം, ചെയ്യേണ്ടത് പലതും ചെയ്തിട്ടില്ല എന്നറിയാം, എന്നാലും ഇങ്ങനെ സുഹൃത്തുക്കളുടെ കൂടെ അന്തം വിട്ട് നടക്കുന്നു, കാര്യഗൗരവമില്ലാതെ അശ്രദ്ധയിൽ ഇങ്ങനെ നടക്കുന്നു. ഖുതുബ കേട്ടിട്ടും മാറ്റമില്ലാത്തവർ, വഅദ് കേട്ടിട്ടും മാറ്റമില്ലാത്തവർ, നോമ്പനുഷ്ഠിച്ചിട്ടും മാറ്റമില്ലാത്തവർ, ഉംറ ചെയ്തിട്ടും മാറ്റമില്ലാത്തവർ, ഹജ്ജ് ചെയ്തിട്ടും മാറ്റമില്ലാത്തവർ, വല്യമ്മയായിട്ടും വല്ലിപ്പയായിട്ടും പേരമക്കളായിട്ടും ഇനി അധികമൊന്നുമില്ല എന്ന് ഉറപ്പായിട്ടും ഒരു മാറ്റവും വരാത്ത മനുഷ്യന്മാർ. അതല്ലെങ്കിൽ എനിക്ക് ഇനിയും കാലമുണ്ടല്ലോ, ഇപ്പൊ ചെറുപ്പമല്ലേ, അടിച്ച് പൊളിച്ച് ജീവിക്കേണ്ടുന്ന ഒരു സമയമല്ലേ, പ്രായം കുറെ ആയിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് പള്ളിയിൽ അപ്പക്കൂടാമെന്ന് വിചാരിക്കുന്ന പുതിയ ചെറുപ്പക്കാർ, എപ്പോഴാ മരണം നമുക്ക് പറയാൻ കഴിയില്ല. ആ മരണം വരുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസം, അമലു സ്വാലിഹാത്തുകൾ അത് ക്ലിയർ അല്ലെങ്കിൽ, അത് ശരിയായിട്ടില്ലെങ്കിൽ അടിച്ചു കൊല്ലുകയാണ്, അടിച്ചടിച്ച് കൊല്ലുകയാണ്. ഒന്ന് മടക്കിത്തരുമോ, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് തന്നെ മടക്കിത്തരുമോ എന്ന് മനുഷ്യൻ കെഞ്ചി നോക്കും. ആ സന്ദർഭത്തിൽ മനുഷ്യൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിക്കൊടുക്കുകയില്ല.
നീട്ടിക്കൊടുക്കുകയില്ല. സമയമായാൽ പിടിച്ചു കൊണ്ടുപോകും, അടിച്ചടിച്ച് കൊല്ലും. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എന്താണെന്നറിയോ? ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയ മുള്ള്, ആ മുള്ള് ആ പരുത്തിയിൽ നിന്ന് പഞ്ഞിക്കെട്ടിൽ നിന്ന് വലിച്ചെടുക്കുമ്പോ ആ പഞ്ഞി എത്ര വികൃതമാവുമോ അതുപോലെയായിരിക്കും അടിച്ചടിച്ചവന്റെ ആത്മാവിനെ ഏറ്റെടുക്കുമ്പോൾ. ആ ആത്മാവിനെ ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ തുറക്കപ്പെടുകയില്ല. വിളിച്ചു പറയും, അയാളെ സിജ്ജീനിൽ രേഖപ്പെടുത്തണം. മോശപ്പെട്ടവരുടെ രേഖയാണത്, പാപികളുടെ മുജ്രിമീങ്ങളുടെ ഏടാണത്. അതിൽ രേഖപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് റൂഹിനെ കൊടുക്കുമ്പോ അവിടെ ചോദ്യമുണ്ട്, ഖബറിൽ ബർസഖിൽ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വ്യക്തികൾക്കും മരണം വ്യത്യാസമുണ്ടെങ്കിൽ ഈ രണ്ട് വ്യക്തികൾക്കും ബർസഖിലെ അവസ്ഥയും വ്യത്യാസമുണ്ട്. നമുക്കൊക്കെ അറിയാം, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി പോകുന്നു എന്ന് മാത്രം. ആഖിറത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് ബർസഖോടുകൂടിയല്ലേ. 5 അവസ്ഥകൾ ബർസഖിലുണ്ടെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒന്ന്, റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതിന് ശേഷം, മലക്കുൽ മൗത്ത് കൊണ്ടുപോയതിന് ശേഷം ആ റൂഹിനെ ജസദിലേക്ക് തിരിച്ചു കൊടുക്കുന്ന രംഗമാണ്. നല്ലവർക്ക് കിട്ടുന്ന ആനന്ദവും മോശപ്പെട്ടവർ ആ റൂഹിനെ ശരീരത്തിലേക്ക് ഏറ്റെടുക്കുന്ന രംഗവും വ്യത്യാസമുണ്ട്. അതാണ് വജഅത്ത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നല്ല അവസ്ഥ നമുക്ക് വേണം. രണ്ടാമത്തെ ഘട്ടം വമ്മത്താണ്. ആ ഖബറാളിയെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഏത് ഖബറാളിയെയും ആ ഖബറെന്ന് പരിചയപ്പെടും, ഒന്ന് പിടിച്ചു ഞെരിക്കും. അത് ഖബറിന്റെ സ്വഭാവമാണ്. ആ ഖബറിലേക്ക് ബർസഖിലേക്ക് ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ആ വമ്മത്ത് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ശക്തമായ വമ്മത്തുണ്ട്. അവരാരാണ്? മുഅ്മിനീങ്ങളല്ല, യഥാർത്ഥ മുഅ്മിനാവാൻ കഴിയാത്ത മനുഷ്യന്മാരാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്നാൽ മുഅ്മിനീങ്ങൾക്കോ ലമ്മത്ത് വളരെ ലളിതമായിരിക്കും. ശദീദായതല്ലെങ്കിലും ലമ്മത്ത് ഉണ്ട് അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഖഫീഫത്താണത്. ഈ ലമ്മത്തിൽ അഥവാ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്, പിടിക്കലിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല, രക്ഷപ്പെടുകയുമില്ല. ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സഅദ് രക്ഷപ്പെടണമായിരുന്നു. 70,000 മലക്കുകളാണ് അദ്ദേഹത്തിന്റെ ജനാസയെ ഏറ്റെടുക്കാൻ വന്നത്. 70,000 മലക്കുകൾ. നമുക്കെത്ര കിട്ടും? നമ്മുടെ ഈമാനും നമ്മുടെ അമലും, നമ്മുടെ മരണത്തിൽ എത്ര മലക്കുകൾ സാക്ഷികളാകും? നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ അർശ്, ഇഹ്തസ്സൽ അർശുർ റഹ്മാൻ, റഹ്മാനായവന്റെ അർശിനെ ഒരു കിലുക്കം. അള്ളാഹിനെ അത്രയും അത്ഭുതപ്പെടുത്തിയ ഒരു അടിമ. അല്ലാഹ് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതുപോലെ അപ്പോൾ തന്നെ പാകപ്പെടുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ആ മഹാനായ സ്വഹാബിയെ ഖബറിലേക്ക് വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറിപ്പോയി. അവിടുന്ന് പറഞ്ഞു, എല്ലാ ഖബറിനും ഖബറാളിയെ പരിചയപ്പെടലുണ്ട്, ഒരു ഞെരിക്കലുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ഈ സഅദ് രക്ഷപ്പെടണമായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരു തുഫിലിനെ, ഒരു കൈക്കുഞ്ഞിനെ ഖബറിലേക്ക് വെച്ചപ്പോ ആ ഖബർ പരിചയപ്പെട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ഈ കുഞ്ഞ് രക്ഷപ്പെടണമായിരുന്നു. അപ്പൊ ഒരാൾക്കും അതിൽ രക്ഷയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ സഅദിനെയും ഖബർ പരിചയപ്പെട്ടു, ഞെരുക്കി. ثم فرج عنه, പിന്നീട് 2 ഭാഗത്തേക്ക് ഖബർ വിശാലമായി. ലിയാഖത്തലിമാര്, ജബ്ബാർ മാഷുമാര്, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ വേറെ ചില പുതിയ മതമില്ല എന്ന് പറഞ്ഞിട്ട്, സ്വതന്ത്രവാദികളാണെന്ന് പറഞ്ഞിട്ട്, എക്സ് മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ പറയുന്നു, നിങ്ങളാരും ഖബർ വിശാലാവാൻ പ്രാർത്ഥിക്കരുത്. കാരണം ഖബർ അങ്ങോട്ട് കൂടുതൽ വിശാലായാൽ ആ കല്ലങ്ങട്ട് വീണിട്ട് പിന്നെ അദാബിലാവൂലേ. പരിഹാസം. പുതിയ മക്കളെ
പരലോകത്തെക്കുറിച്ചും ബർസഖിനെ കുറിച്ചുമൊക്കെ ആഖിറ ചിന്ത ഇല്ലാതിരിക്കാൻ ആ മക്കൾ അതിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോവാൻ ഒരുപാട് പുതിയ ചിന്തകൾ കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നിഷേധികൾക്കുമൊക്കെ ഇത് അനുഭവിക്കേണ്ടതാണ്. കോട്ടക്കലിലുള്ള ഒരു സഹോദരൻ ഇപ്പോ പറയാണ്, ഉമറുൽ ഫാറൂഖ് നിച്ച് ഓഫ് ട്രൂത്തിലൊക്കെ പ്രവർത്തിച്ചു എന്നാ പറയുന്നത്. ഓം പറയുന്നു ഖബറിൽ ശിക്ഷയില്ല നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ എന്താ അതിന്റെ തെളിവ്? ഓന്റെ വാപ്പ ആദ്യം മതക്കുള്ള ആളായിരുന്നു, പിന്നെ മതം വിട്ടു, ദീനൊന്നുമില്ലാതെ ജീവിച്ച് സുഖത്തിൽ ജീവിച്ച് അങ്ങനെ മരിച്ചുപോയി. വാപ്പാനെ ഞാൻ ഖബറടക്കി, വാപ്പാന്റെ ഖബർ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും അനുഭവം ഉണ്ടായിട്ടില്ല. ഇതാ ഓന്റെ തെളിവ്. നഊദു ബില്ലാഹ്. എന്നിട്ട് ആ ഖബർ ശിക്ഷയെ എതിർത്തുകൊണ്ട് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനെ എതിർത്ത പലരുമുണ്ട്. ചെകന്നൂർ മൗലവി, അദ്ദേഹത്തിന്റെ ആഖിബത്ത് എങ്ങനെ നമുക്കറിയില്ല. ലോക്കപ്പ് മർദ്ദനമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരാളെ പോലീസുകാർ തപ്പി നടക്കുമ്പോ യഥാർത്ഥ പുള്ളിയെ കിട്ടുന്നില്ല, ചില പുള്ളികളെ കിട്ടുന്നില്ല. വേറെ ചില പുള്ളികളെ കിട്ടുമ്പോ അവന്റെ കേസ് കൂടി ഇവനെ അടിച്ച് പറയിപ്പിച്ച് ലോക്കപ്പ് മർദ്ദനം ചെയ്തതുപോലെയാണോ ഇത്? നമ്മുടെ മുമ്പിൽ രോഗികളായോ അല്ലാതെയോ മരിച്ചു കിട്ടിയ ആ മയ്യത്തിനെ നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് പള്ളിക്കാട്ടിൽ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നു. അയാൾ നല്ല ആളാണെങ്കിൽ സ്വർഗം കണ്ട് കിടക്കാന്ന് വിചാരിക്കുക, അയാൾ മോശമാണെങ്കിൽ അവിടെ ശിക്ഷയുണ്ടെന്ന് വിചാരിക്കുക. അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ട്. എന്നാൽ ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ച ആളുകൾ വെണ്ണീറായിട്ടാ വീണത്. അതിൽ നല്ലവരും മോശപ്പെട്ടവരും ഉണ്ടാവില്ലേ? ഓരോ ഖബറിലേക്ക് വെച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ അവരെ ശിക്ഷിക്കുക? പിന്നെ എങ്ങനെയാ അവർക്ക് സ്വർഗത്തിന്റെ അനുഭവം കൊടുക്കുക? ഇവിടത്തെ ഹൈന്ദവർ പണക്കാരാണെങ്കിൽ ചന്ദനമരം കൊണ്ടും പാവപ്പെട്ടവർ സാധാ മരം കൊണ്ടും ആ ശരീരത്തെ, ശവത്തിനെ കത്തിച്ച് ചാമ്പലാക്കി ആ ഭസ്മം പുണ്യകുടത്തിലാക്കി പുണ്യ നദിയിൽ ഒഴുക്കി വിടുമ്പോ അവരെയും ഖബറിലേക്ക് കിട്ടിയിട്ടില്ലല്ലോ മൗലവി. പിന്നെ എങ്ങനെയാണ് അള്ളാഹ്ക്ക് ചിലരെ മാത്രം പിടിച്ച് ശിക്ഷിക്കുക? ലോക്കപ്പ് മർദ്ദനം പോലെയാണ്. അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അള്ളാഹു പറഞ്ഞത് ഖബറെന്നോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമല്ല പറഞ്ഞത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. വേണ്ടടോ, അത് നിന്റെ ഒരു വെറും വാക്കാണ്. ഒന്ന് മടക്കി തരോ, ഞാൻ നല്ലത് ചെയ്തോളാന്ന് മനുഷ്യൻ മരിക്കുമ്പോ പറയുന്നു പറഞ്ഞില്ലേ? അതിന്റെ ബാക്കിയാണ് ആയത്തിന്റെ ബാക്കി. അല്ല പറയുന്നു അത് നിന്റെ വെറും വാക്കാണ്. ആ വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്റെ ദുനിയാവിൽ അവസരം തീർന്നു. ഇനി അത്തരം അവസരം തീർന്ന ആളുകൾക്ക് എവിടെ പോയാ കിടക്കാനുള്ളത്? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മഹ്ശറിലേക്ക് അല്ലാഹു കൊണ്ടുവരുന്ന ആ വിചാരണ നാളിലേക്ക് കൊണ്ടുവരുന്ന മഹ്ശറിന്റെ മണ്ണിലേക്ക് രണ്ടാമതും അല്ലാഹു കൊണ്ടുവരുന്ന ആ ദിവസം വരെ അവരതാ ബർസഖിലാണ്. ദുനിയാവ് വിട്ടു മഹ്ശറിലേക്ക് എത്തിയിട്ടില്ല. അതിനിടക്ക് അല്ലാഹു റൂഹുകളെ, ആത്മാക്കളെ ഒരു ശക്തമായ മറയിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഖബറെന്ന് പറഞ്ഞില്ല, പുണ്യകുടമെന്ന് പറഞ്ഞില്ല, പുണ്യ നദിയെന്ന് പറഞ്ഞില്ല, ബർസഖ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ ഈ ബർസഖ് പിന്നെ പ്രയോഗിച്ചത് കടലിലെ സമുദ്ര ജലത്തെ കുറിച്ചാണ്. ഒരു ഭാഗത്ത് അല്ലാഹു ശക്തമായ കട്ടിയുപ്പുള്ള കുടിക്കാൻ പറ്റാത്ത ജലം അതിലുണ്ട്. കടലിൽ തന്നെ മറ്റൊരു ഭാഗത്ത് നല്ല ശുദ്ധമായ കുടിവെള്ളമുണ്ട്. എന്നാൽ ഈ സാന്ദ്രത കൂടിയതും സാന്ദ്രത കുറഞ്ഞതുമായ ഈ വെള്ളങ്ങൾ തമ്മിൽ കൂടിക്കലരാതിരിക്കാൻ സമുദ്രജലം കൊണ്ട് തന്നെ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, അവ തമ്മിൽ കൂടിക്കലരാതിരിക്കാൻ ശക്തമായ ഒരു മറ സമുദ്രജലം കൊണ്ട് തന്നെ നാം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നു. ദുനിയാവ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെയുണ്ട്. മഹ്ശർ അല്ലെങ്കിൽ പരലോകമെന്ന് പറയുന്ന മറ്റൊരു ലോകം അവിടെയുണ്ട്. അതിനിടക്ക് ശക്തമായ ഒരു മറയിൽ അള്ളാഹു കൊണ്ടുപോയി വെക്കുന്നു. ജബ്ബാർ മാഷുമാർക്കും ഈ ബർസഖുണ്ട്, വിശ്വാസികൾക്കും ഈ ബർസഖുണ്ട്, പരിഹസിക്കുന്നവർക്കും ഈ ബർസഖുണ്ട്. പുതിയ കോളേജുകളിൽ ഉന്നത പഠനങ്ങൾ നടത്തുന്ന മക്കളെ,
ഏത് ചിന്തകൾ നിങ്ങളെ സ്വാധീനിച്ചാലും, ഏത് ഓൺലൈനിലൂടെ നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടാലും, ഈ കേൾക്കുന്ന ഖുതുബകളിൽ നിന്ന്, ഈ കേൾക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന്, ഈ കേൾക്കുന്ന നമ്മൾ വായിച്ച പഠിച്ച ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന് വഴുതാൻ ആരൊക്കെ നിങ്ങളെ പ്രേരിപ്പിച്ചാലും സുഖജീവിതമാണെന്ന് വിചാരിക്കണ്ട. എല്ലാം അവസാനിച്ച് റബ്ബിലേക്ക് പോകുമ്പോ ഈ ബർസഖിൽ നമ്മൾ കടന്നേണ്ടതുണ്ട്. അത് റബ്ബിന്റെ തീരുമാനമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. ഇന്ന് നമ്മുടെ പുതിയ മക്കൾക്ക് പരലോക ചിന്തയില്ല. അതൊക്കെ തന്തബൈവ് എന്നാ പറയണത്. വല്യപ്പ അവരെ ഉപദേശിക്കുമ്പോ, അതുപോലെ തന്നെ വാപ്പ ഉപദേശിക്കുമ്പോ, അതുപോലെ തന്നെ സഹോദരൻ ഉപദേശിക്കുമ്പോ, കാരണവന്മാർ ഉപദേശിക്കുമ്പോ, അതൊക്കെ തന്തവൾ വൈബ്, തള്ള വൈബ്, പഴയ വൈബ്, പുതിയ വൈബല്ല. ഞാൻ ആരെയും ഇടങ്ങറാക്കാൻ പറയല്ല. മക്കൾക്ക് ഇതെല്ലാം അവിടെ ചെന്നാൽ കാണുന്ന സംഗതിയല്ലേ. കണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ആർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇത്തരം ആളുകൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ കടമെടുത്തുകൊണ്ട് അവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇത് അഭിമുഖീകരിക്കും. അപ്പോ ഈ ദമ്മത്ത്, ഖബറിന്റെ ഇടുങ്ങൽ, അതുണ്ട്. സത്യവിശ്വാസി തൗഹീദ് അനുസരിച്ച് അമലി സ്വാലിഹാത്തുകൾ ചെയ്തിട്ടുണ്ടോ, പിന്നീട് രണ്ട് ഭാഗത്തേക്ക് വിശാലമാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ആ ബർസഖ് ലോകത്ത് മനുഷ്യർക്ക് ഒരുപാട് അനുഭവങ്ങൾ വരാനുണ്ട്. അതിന്റെ മൂന്നാമത്തെ ഘട്ടമാണ് മലക്കുകൾ അവിടെ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ടല്ലോ. മൻ റബ്ബുക വമാ നബിയുക വമാ ദീനുക വമൻ നബിയുക. നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും. അല്ലാഹു റബ്ബി എന്ന് പറയണ്ടേ? അതിന് റബ്ബിനെ ആദരിക്കണം, ബഹുമാനിക്കണം, റബ്ബിന് ശുക്ർ കൊടുക്കണം, റബ്ബിന് ഉത്തരം കൊടുക്കണം. അവർക്കേ അത് പറയാൻ കഴിയൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം കാണിക്കും. ഇയാളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഅ്മിൻ പറയും, മുഅ്മിനത്ത് പറയും, ഇത് മുഹമ്മദ് നബിയാണ്, നബിയാണ്, നബിയാണ്. എങ്ങനെ നിനക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്? അവിടുന്ന് പറയുന്ന മറുപടി എന്താ? ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് ഓതിയിട്ടുണ്ട്. വആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വഅമിൽതു ബിഹി, ഞാൻ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഖുർആൻ ഓതി, അതിന്റെ ആശയം മനസ്സിലാക്കണം, അപ്പോഴേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്നുള്ള ഹുക്കം അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അറിയണം, പഠിക്കണം. യുഎച്ച്എൽഎസിന്റെ ക്ലാസ് ഇവിടെ ഉണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. ആഴ്ചയിൽ കുടുംബസമേതം വന്നിരുന്ന് പഠിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എത്ര ആൾക്ക് സാധിക്കുന്നുണ്ട്? പലർക്കും പല തിരക്കല്ലേ പറയാനുള്ളത്. എല്ലാ തിരക്കും അവസാനിച്ച് ഖബറിലെത്തുമ്പോ നമുക്ക് തിരക്കുണ്ടാവില്ല. പക്ഷെ ഈ മറുപടി പറയാൻ കഴിയില്ല. ഖറഅതു കിതാബല്ലാഹ് വആമൻതു ബിഹി വഅമിൽതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചു, ഞാൻ അതനുസരിച്ച് പ്രവർത്തിച്ചു. ആ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വന്നത് ഈ നബിയാണ്. അങ്ങനെ നബിനെ കുറിച്ച് പറയാൻ കഴിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ച ചര്യകളെ പിൻപറ്റുന്ന, ബിദ്അത്തിലേക്ക് പോവാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രം അങ്ങനെ പറയാൻ കഴിയും. ദീൻ ഇസ്ലാമാണെന്ന് പറയാൻ മുസ്ലിമിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പൊ അത് ക്ലിയർ ആയിരിക്കണം. അതാണ് ഒരുക്കം, മുന്നൊരുക്കം. അതിപ്പോൾ പുതിയ തലമുറ അത് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. മദനിയായവർ, സുല്ലബിയായവർ, ബിരുദമെടുത്തവർ പോലും ഖുർആൻ ഓതിക്കൊണ്ട് ഖുർആനെ നിഷേധിക്കുന്നു, ഹദീസ് ഓതിക്കൊണ്ട് ഹദീസിനെ നിഷേധിക്കുന്നു. പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? അവരെ നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ തിരിച്ചു നടക്കുകയാണ്. ഒരു ദുരന്തം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഇത്തരം വിജ്ഞാനവേദികൾ, മതപരമായ അറിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും മുടക്കാതെ മാസത്തിൽ ഇതുപോലെ നമ്മൾ ഇരുന്ന് പഠിക്കണം പ്രിയപ്പെട്ടവരെ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, അതുകൊണ്ട് അല്ലാഹു മരണ സന്ദർഭത്തിലും ബർസഖിലും സ്ഥൈര്യം അല്ലാഹു നൽകും. അതിന്റെ യഥാർത്ഥ വക്താക്കളായി നമ്മൾ മാറണം. പിന്നെ യഥാ ബർസഖിലെ ഖബറിലെ 4-ാമത്തെ ഘട്ടം ഒരു മനുഷ്യരൂപം പ്രത്യക്ഷപ്പെടുകയാണ്.
മുഅ്മിനീങ്ങൾക്ക് നല്ല സുന്ദരനാണ് വരുന്നത്. ആരാണ് നീ എന്ന് അത്ഭുതത്തോടെ ചോദിക്കും. അവിടുന്ന് പറയുന്നു അന അമലുക്കൽ സ്വാലിഹ്, ഞാൻ നിന്റെ നല്ല നല്ല അമലുകളാണ്. നീ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്തില്ലേ, നീ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചില്ലേ, നോമ്പ് നോറ്റില്ലേ, സുന്നത്ത് നോമ്പുകൾ ഉണ്ടായില്ലേ, ദിക്റുകൾ ഉണ്ടായില്ലേ, ഇബാദത്തുകൾ ഉണ്ടായില്ലേ, ഇന്ന ഇന്ന നന്മകളൊക്കെ നിനക്കുണ്ടായില്ലേ, കുടുംബ ബന്ധങ്ങൾ നീ ചേർത്തില്ലേ, അയൽപക്ക ബന്ധം നീ ക്ലിയർ ആക്കിയില്ലേ, കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും പേരമക്കളും വല്ലിപ്പയും ഒക്കെ അവരുടേതായ റോളുകളിൽ എല്ലാം ക്ലിയർ ചെയ്തില്ലേ, എല്ലാം നന്മകളാണ്. ആ ഓരോന്നും നല്ല വെളുത്ത പുള്ളികളായി രേഖപ്പെട്ട് അന അമലുക സ്വാലിഹ, വലിയ ആനന്ദമായിരിക്കും അത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റേ ഖബറിലോ വളരെ വിരൂപിയായ പേടിപ്പിക്കുന്ന രൂപം വരുന്നു. ആ ബർസഖിൽ ഒരു മൂലയിലേക്ക് അട്ടഹസിച്ചുകൊണ്ട് ബേജാറോടെ ചോദിക്കുന്നു, നീ ആരാണ്? ആ ഭയപ്പെടുത്തുന്ന അട്ടഹാസത്തോടെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറയുന്നു, അന അമലുക്കൽ ഖബീഹ്, ഞാൻ നിന്റെ മോശപ്പെട്ട അമലുകളാണ്. നീ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, നിന്നോട് ചെയ്യാൻ പറഞ്ഞ ഇന്നൊന്നും നീ ചെയ്തില്ലല്ലോ, പാടില്ല എന്ന് പറഞ്ഞ ഇന്നതൊക്കെയല്ലേ നീ ചെയ്തത്. ഓരോ തിന്മകളും നീ ചെയ്തപ്പോ അതെല്ലാം കറുത്ത പുള്ളികളായി രേഖപ്പെട്ട് അന അമലുക്കൽ ഖബീഹ് അന അമലുക സയ്യിഅ. ഈ രണ്ട് ബർസഖിൽ ഏതായിരിക്കും നമ്മുടേത്? പ്രിയപ്പെട്ടവരെ, നമുക്കതാ മുവഹിദുകൾക്ക്, നന്മയുടെ വക്താക്കൾക്ക്, സുന്ദര രൂപം കണ്ടവർക്ക് മലക്കിനെ അല്ലാഹു അങ്ങനെ പറഞ്ഞേക്കുമ്പോ ബർസഖിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറക്കപ്പെടുകയാണ്. മണവാളൻ മണവാട്ടിയെ പരിചയപ്പെട്ട് ആനന്ദത്തിൽ ആ മണിയറയിൽ കിടന്നുറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് സ്വർഗം കണ്ട് കിടക്കാൻ സാധിക്കുന്ന മനുഷ്യൻ റബ്ബിനോട് പറയുന്നു, റബ്ബി അഖിമിസ്സാ, റബ്ബേ ലോകം പെട്ടെന്ന് അവസാനിപ്പിച്ച് ഈ ലോകം ഇല്ലാതെയാക്കി മഹ്ശർ വേഗം ഉണ്ടാക്കി റബ്ബേ, എനിക്ക് ആ സ്വർഗത്ത് പോവാലോ. നല്ലൊരു ബർസഖ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.